ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വ്ളോഗാണ്. അയർലൻഡിലെ കൗണ്ടി കെറിയിലുള്ള ഗ്യാപ്പ് ഓഫ് ടെൻലോയിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കെറിയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗ്യാപ്പ് ഓഫ് ടെൻലോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം തൊട്ട് ഗ്യാപ്പ് ഓഫ് ടെൻലോയുടെ മറ്റേ അറ്റം വരെ ഏകദേശം 11 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇവിടെ വന്നപ്പോൾ കുറേ കുതിരകൾ ഒരു സൈഡിൽ, കുറേ പേര് നടന്നു പോന്നു, പിന്നെ കുറേ വണ്ടി പോണു. അപ്പോൾ ആദ്യം മനസ്സിലായില്ല എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. പിന്നെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് നടന്നു പോയി ഈ ഗ്യാപ്പ് ഓഫ് ടെൻലോ മുഴുവനും കാണാം, അല്ലെങ്കിൽ നമുക്ക് കുതിര സവാരി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ പോവാം. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കുതിര സവാരി ആയേക്കാന്ന്. ഇതുപോലെ നമുക്ക് എന്താ പറയുക, ഈ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഓരോരുത്തർ വീതം അവരവരുടെ കുതിര വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകും. ഈ പോകുന്ന ആളാണ് നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരേജിലൊന്നും കയറിയിട്ടില്ല. നമുക്കൊരു ഫൺ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോവാം. സുഖമായിട്ടിരിക്കാനാണെങ്കിൽ ഒരു 4 പേർക്ക് എന്താ പറയുക, സുഖമായിട്ടിരുന്ന് പോകാനുള്ളൊരു സ്പേസാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. അപ്പം ഇത് എന്താ പറയുന്നത്, ജോണ്ടിങ് കാർസ് അല്ലെങ്കിൽ ഹോഴ്സ് ഡ്രോൺ ക്യാരേജസ് എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു യാത്രയാണ്. അപ്പം ഇത് നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്തത്. അപ്പം നമുക്കൊന്ന് നോക്കാൻ രസം ഉണ്ടായിരുന്നു കേട്ടോ, കുടുങ്ങിയുള്ളൊരു യാത്ര. പക്ഷേ ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവർ സ്വന്തം വണ്ടിക്ക് പോകണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നടന്നു പോകണമായിരിക്കും നല്ലത്. നടന്ന് കാണാനാണെങ്കിൽ ഏകദേശം 11 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറെ പ്ലാനിങ് ഒന്നുമില്ല, അന്നേ ദിവസം നമ്മൾ വേറെ സ്ഥലത്തൊന്നും വിസിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് പയ്യെ നടന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഓരോ ടേണിങ്ങിൽ ചെല്ലുമ്പോഴും അതിൻ്റെതായ ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറ്റിയ സ്ഥലമാണ് ഗ്യാപ്പ് ഓഫ് ടെൻലോ. ഞാൻ ഈ വീഡിയോയുടെ കുറേ ഭാഗങ്ങൾ വോയിസ് ഓവർ ചെയ്യുന്നില്ല. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു യാത്രയുടെ ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടെ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് പോവാം. വണ്ടിക്ക് പോവല്ലേ? പോട്ടെ കൊള്ളാല്ലേ? ഇത് വേറൊന്നും വരും ട്രാഫിക്. Lake there called the Black Lake, okay? This is called the Wishing Bridge. You got to make a wish here. Ah, okay. എന്ത് രസമല്ലേ കാണാൻ. ഇപ്പം നമ്മൾ കയറി ഇറങ്ങിയതാണ് വിഷിംഗ് ബ്രിഡ്ജ്. വിഷിംഗ് ബ്രിഡ്ജിൽ നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷ് ഉണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. ഇതിനടുത്ത് തന്നെ ഇതുപോലെ ഒരു കുട്ടി ഷോപ്പൊക്കെ ഉണ്ട്. നടന്നു വരുന്നവർക്ക് ഇത് ഒത്തിരി ഹെൽപ്പാട്ടോ. കാരണം ഇവിടെ നമുക്ക് ചായയും കോഫിയൊക്കെ കിട്ടും. ചെറിയ കേക്ക്സൊക്കെ നല്ല ടേസ്റ്റി കേക്ക്സൊക്കെ. ഞാൻ ലെമൺ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് വന്ന ലെമൺ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ടോ.
ഇതിൻ്റെ പുറകിൽ ഈ ഒരു കയറ്റം കയറി ഇറങ്ങുന്നത് ഒരു ലേക്കിലേക്കാണ്. ഭയങ്കര അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. നല്ല നല്ല ഭംഗിയാണ് കാണാം. ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക, എനിക്ക് നല്ല അതായത് കൂടുതൽ കിട്ടുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. അടിപൊളി വ്യൂ ആണ്. നല്ല കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ചുമ്മാ ആണെങ്കിൽ ആൾക്കാർ കണ്ടില്ലേ, ഇവിടെ ചുമ്മാ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടോ. വെറുതെ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഈ ഒരു പ്രകൃതിയൊക്കെ ആസ്വദിച്ച്. നല്ല രസമാണ് ഇവിടെ. നല്ല കാറ്റൊക്കെ ആയിട്ട് ചെറിയ ഇളം വെയിലും ഒക്കെ അടിച്ചിങ്ങനെ കണ്ടോ. അതിൻ്റെ ആ ലേക്കിലേക്ക് കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ആ തിര പോലെ ഇങ്ങനെ ഇളകുകയൊക്കെ ചെയ്യണമൊക്കെ കണ്ടിങ്ങനെ ഒരു പ്രകൃതി ആസ്വദിച്ചിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം ഇവിടെയൊക്കെ. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താണെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്പോട്ടാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണിത്. അങ്ങനെ കുതിരസവാരി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ഒരു വഴി കുറേ അങ്ങ് പോയതിന് ശേഷം നല്ലൊരു കയറ്റം തുടങ്ങുന്നിടത്ത് ഈ കുതിരസവാരി അവസാനിക്കും. അവർ നമ്മളെ അവിടെ നിന്ന് എവിടെ നിന്നാണോ നമ്മൾ കയറിയത് അവിടെ നിന്ന് നമ്മളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മളുടെ സ്വന്തം വാഹനങ്ങൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫുള്ള് പോയി കാണാവുന്നതാണ്. അപ്പം നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മളുടെ വണ്ടിയിൽ ഇനിയിപ്പോൾ ആ ഒരു നമ്മൾ പോയ വഴി തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് മോൾ വരെ പോകാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല തിരക്കുള്ള വഴിയാട്ടോ, വീതി കുറവുള്ള വഴിയാണ്, അതൊന്നാമത്തെ കാര്യം. പിന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ഒരു ചെറിയ വഴി കൂടെ സ്വന്തം വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ നടന്നു പോകുന്നവരുണ്ട്, പിന്നെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നവരെ എന്താ പറയുക, അവർക്ക് വഴി ഒരുക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയൊക്കെയാണ് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേര് ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് ഓഫ് ഡൺലോയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ വന്ന വഴിയും പിന്നെ ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വീഡിയോയിൽ എന്തുമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ. എന്താ പറയുക, കുറേ
മലകൾ, അതായത് 360 ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് മലകളാണ്. അതിൻ്റെ താഴ്വരയിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോണ വഴിയും നമ്മൾ വന്ന വഴിയൊക്കെ ഒരു പകുതി വരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല ഗ്രീനറിയാണ്, ഇളം വെയിലൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ കണ്ടില്ലേ ആ മലകളെ മുട്ടി നിൽക്കുന്ന പോലെയുള്ള മേഘങ്ങളും അങ്ങ് ദൂരെ കാണുന്നത് കടലാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഗ്യാപ്പ് ഓഫ് ടൗണിലോ കാണാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.